ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് ആരെങ്കിലും വിരുന്നുകാർ വരുവാന്ന് കേട്ടോ. രാവിലെ മുതൽ ഞാൻ വിരുന്നുകാരെ എതിരേറ്റ് ഒരു പരിപാടിക്കും. അപ്പോഴും ഒരു വണ്ടി നമ്മുടെ സൈഡിൽ കൂടെ പോയി കേട്ടോ. അപ്പുറത്താണ് വന്നത്. ഞാനങ്ങ് പേടിച്ച് പോയി. നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടേണ്ടി വരുമോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കല്ലായിരുന്നു കേട്ടോ വിരുന്നുകാർ. ഉള്ളതി പങ്ക് നമ്മൾ കൊടുക്കും. ആര് വന്നാലും അല്ലേ, കഞ്ഞിയാണോ ആണെങ്കിലും നമ്മൾ കഞ്ഞികൾ ഒഴിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളതി പങ്ക് നമ്മൾ കൊടുക്കും. നമ്മളെന്താണോ കഴിക്കുന്നത് അത് നമ്മൾ പകുതി അവർക്കും കൊടുക്കും. അങ്ങനെയൊക്കെയല്ലേ എല്ലാവരും. അപ്പോഴേ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്നലെ ഇവിടെ മഴ പെയ്തില്ല കേട്ടോ. ഞാൻ കുട്ടിച്ചാത്തിനെ അങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ടിട്ട് എല്ലാവരും ഇവിടെ എൻ്റെ വഴക്ക് പറച്ചില്ല. അവിടെ ഒന്നും മഴ പെയ്തില്ല. കുട്ടിച്ചാത്തിന് വഴിതെറ്റി അവിടെ എവിടെയോ നിൽക്കുകയാണ് കേട്ടോ. വരും, താമസിയാതെ വരും കേട്ടോ. കുട്ടിച്ചാത്ത വഴിതെറ്റി പോയതാണോ? ഞാൻ പറഞ്ഞു വിട്ട സ്ഥലത്തോട്ടൊന്നും അല്ലേ പോയത്, വേറെ ഏതോ റൂട്ട് മാറി പോയതാന്ന് തോന്നുന്നു. എൻ്റെ കൂട്ടം ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത കുട്ടിച്ചാത്തനാട്ടോ. മഴ പെയ്യും കേട്ടോ. നമുക്ക് ഇന്നലെ ഇവിടെ മഴ പെയ്തില്ല. ഇന്നും പ്രതീക്ഷിച്ചൊക്കെ ഇരിക്കുന്നു. ഇതുവരെ മഴയൊന്നും പെയ്യുന്നില്ല കേട്ടോ. അപ്പോഴ് ക്ഷമിക്കുക. കുട്ടിച്ചാത്തൻ അങ്ങ് വരും കേട്ടോ. മഴയുടെ രൂപത്തിൽ അങ്ങ് വരും. അപ്പോഴേ ഉത്സവത്തിനൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് ചിലവ്. ബിനീഷ് എന്ന് പറഞ്ഞ ചേട്ടനാണോ അനിയനാണോ ആളെ കണ്ടല്ലേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോഴേ എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ. ഒന്ന് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലെങ്കിലും ഒരു കമൻറ്റിൽ കൂടിയൊക്കെ നമ്മുടെ എന്താ ഒരു സഹോദരിയുടെ സ്ഥാനമൊക്കെ തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും വിളിക്കുന്നതിന് ഒത്തിരി സന്തോഷം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സന്തോഷം കേട്ടോ. നമ്മളൊന്നും നേരിൽ പോലും കണ്ടിട്ടില്ല. അപ്പോഴ് വരും. ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മോളെ മോളെ അങ്ങ് എടുത്തു കൊടുക്കും മോളെ. അപ്പോഴും ഒത്തിരി സന്തോഷം കേട്ടോ. നമ്മളെയൊക്കെ ഇങ്ങനെ വിളിക്കുന്നതിനും ഒക്കെ കേട്ടോ ഒത്തിരി സന്തോഷം. അപ്പോൾ സ്നേഹമുള്ളത് കൊണ്ടല്ലേ. അപ്പോഴ് വരാനും അടുത്തായിരുന്നെങ്കിൽ നമുക്കൊന്ന് വരാമായിരുന്നു. എനിക്കറിയത്തില്ലല്ലോ. തിരുനക്കര മൈതാനോ അങ്ങനെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് തിരുനക്കര. പക്ഷേ എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോഴെനിക്ക് കുപ്പിവെള്ളയും പൊട്ടും കമ്മലും ഒക്കെ വാങ്ങിച്ച് വെച്ചേക്കെ. എപ്പോഴെങ്കിലും ഞാൻ വന്ന് എടുത്തോളാം കേട്ടോ. അപ്പോഴിങ്ങോട്ടേക്കും പോരെ. നമുക്ക് വെള്ളിയാഴ്ച നമ്മുടെ ഇവിടുത്തെ ഉത്സവത്തിന് കേട്ടോ, നമുക്ക് ഇവിടെ കൂടാം കേട്ടോ. ഞാൻ ഇവിടെ ശാസ്താംകോട്ട അടൂരെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ മലനട ക്ഷേത്രത്തിലോട്ട് പോരെ. വെള്ളിയാഴ്ച ക്ഷേത്രത്തിലോട്ടല്ല, ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോരെ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഉത്സാഹിച്ച് കുടിക്കാം കേട്ടോ. ഇതെനിക്ക് എവിടാന്ന് എനിക്കറിയത്തില്ല ഈ സ്ഥലം കേട്ടോ. തിരുനക്കര കോട്ടയാണോ എന്തോ എനിക്കറിയത്തില്ല. കാണുന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം കേട്ടോ. എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെ സുപ്പുക്കുട്ടിക്ക്. വ്യത്യസ്തയാമീ സുപ്രക്കുട്ടിയെ ആരും തിരിച്ചറിഞ്ഞില്ല. ഞാൻ തന്നെ എഴുതിയ കവിത കേട്ടോ. ആ പാട്ടിൻ്റെ ഒറിജിനൽ എങ്ങനെ? വ്യത്യസ്തനാമൊരു ബർബറമ്മാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. അപ്പോഴും ഞാനത് തിരുത്തി പാടി കേട്ടോ. വ്യത്യസ്തയാമീ സുപ്രക്കുട്ടിയെ ആരും തിരിച്ചറിഞ്ഞില്ലല്ലോ. അപ്പോഴും നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോവാം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ കുഞ്ഞടുക്കളയിലെ വിശേഷം കാണിക്കാനുണ്ടല്ലോ. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കര വിഷമവുമായിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, നമ്മളെങ്ങനെ അങ്ങനെ ചെയ്യുന്ന എന്നും ഇങ്ങനെ വീഡിയോ ഇങ്ങനെ നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് ഭയങ്കര ഉത്സാഹത്തോടെയാണല്ലോ അന്ന് വീഡിയോ എടുക്കുന്നത്. ഇന്നലെ എനിക്ക് ഭയങ്കര വിഷമവുമായി കേട്ടോ. അപ്പോഴേ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. അതുകൊണ്ട് ഇന്നലെ തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ടൊക്കെ പോയി നമ്മൾ. അന്നേരം രാവിലെ മുതൽ ഓരോരുത്തർ വിരുന്നുകാരല്ല ഓരോ ആവശ്യത്തിന് ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ എല്ലാവരുടെ മുന്നിൽ ചെന്ന് നിൽക്കണമല്ലോ. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട്. അമ്മ നമ്മുടെ പിയുടെ കൂടെ അയ്യത്ത് കിടക്കുന്നു. അവിടെ കിടന്ന് കിളക്കിയോ എന്തൊക്കെയോ ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും വരുമ്പോൾ ഞാനിവിടെ നിൽക്കാം.
അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി എൻ്റെ പാദരക്ഷ വരുക. എന്തെങ്കിലും അടുപ്പത്തോട്ട് വയ്ക്കുമ്പോഴായിരിക്കും അപ്പുറത്ത് ആരെങ്കിലും വരും. പിന്നെ അങ്ങോട്ടോ കൊച്ചുകളുണ്ട്, അവർ രണ്ടുപേരും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വേണ്ടേ അവരുടെ മുന്നിൽ ചെന്ന് പറയേണ്ടത് എന്തെങ്കിലുമൊക്കെ. അത് രാവിലെ പോലെ ആൾക്കാരായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു ജോലിയും നടന്നില്ല. എന്തായാലും എല്ലാം അരിഞ്ഞു കൂട്ടിയൊക്കെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. മീൻകറിയായി. ഇന്ന് നമുക്ക് ഇതുണ്ട് മീൻകറി. എനിക്കിഷ്ടമല്ലാത്ത മീനായിട്ടോ. കണ്ണൻ കൊഴുവ കറി വെച്ചു. ഇടയ്ക്ക് ഞാൻ അതും അങ്ങ് വെച്ചു. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അതേ മീൻ ഒരു വശം വറുത്തു വെച്ചു. പിന്നെ ഏത്തക്ക തോരൻ വെക്കാൻ അങ്ങോട്ട് അരിഞ്ഞു വെച്ചു. ദേണ്ട അത് നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോള് ചതച്ച് തന്നു. രാവിലെ നമുക്കിന്ന് കാപ്പിക്ക് ഒറ്റ ശ്വാസത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് രാവിലെ കാപ്പിക്കുന്ന ദോശയും ഇതേ ഇങ്ങനെ ദോശ ചമ്മന്തി ആയിരുന്നു. വെള്ളം പോലെ കിടക്കുന്ന ദോശ ചമ്മന്തി ആയിരുന്നു. ഒരു ലോഡ് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണ്ടവരൊക്കെ എടുത്ത് കഴിക്കട്ടെ. കുറച്ച് പേരൊക്കെ കഴിച്ചു. അപ്പോഴേ എൻ്റെ പിയെ അപ്പോഴേ ചോറ് കൊടുക്കണമല്ലോ. ചോറ് കൊടുക്കാതിരിക്കത്തില്ലല്ലോ നമ്മൾ. ചോറ് കൊടുക്കണം. അപ്പോഴതൊക്കെയാണ്. ചാണകപ്പൊടി ഇന്നും കൊണ്ടുവന്നില്ല. ഇത്രയും നേരം നോക്കിയിരുന്നു. ഇനി എപ്പോഴാണോ ഉച്ചയ്ക്കാണോ എന്തോ ആണോ കൊണ്ടുവരുന്നതെന്ന് അറിയത്തില്ല. എല്ലാത്തിനും നമുക്ക് ചാണകപ്പൊടി ഇട്ടല്ലേ നമുക്കെല്ലാം കൃഷിയൊക്കെ നടാനും. ചേന 5-6 ചേനയൊക്കെ നടണം. പിന്നെ വാഴവിത്തൊക്കെ പിരിച്ചു വെച്ചേക്കുന്നു. അതൊക്കെ നടണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കുക്കറി ഷോയിലേക്ക് വരാം. ഇനി പപ്പടം കാച്ചണം. കറി വേണോ എനിക്കറിയത്തില്ല. എന്തോ കറി വെക്കുന്നത്. സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അത് വെക്കണോ അങ്ങ് മടി ഇന്ന് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ചില ദിവസം അങ്ങ് എന്തായിരിക്കും കായ ഒന്ന് ഏത്തക്കായ കേട്ടോ. അപ്പോഴേ ഞങ്ങൾ പറയാം ദൈവമേ ഉള്ള കൊലയെല്ലാം കൂടെ പറഞ്ഞ് വീണ് എന്തായാലും ഏത്തക്കാത്തോരൻ തിന്നു ഉപ്പാട് വന്നു കേട്ടോ. കളയുന്നത് എങ്ങനെയാ? അപ്പോഴും നമുക്ക് ഏത്തക്കാത്തോരൻ ഇന്നും കേട്ടോ. വേവട്ടെ. തേങ്ങ തിരുകാൻ എടുക്കുന്നത് പകുതിയും കഴന്നു പോകും കേട്ടോ. അപ്പോഴെന്താണെന്നറിയത്തില്ല. ഈ നമ്മൾ വാങ്ങിക്കുന്ന തേങ്ങയില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കഴന്നു പോകുന്നത്. അത് തിന്ന് എൻ്റെ പല്ലല്ലേ ഇറങ്ങി കേട്ടോ. പിന്നെ ആരെവിടെ തിന്നുന്നത്? വെറുതെ നിൽക്കുമല്ലേ ഞാനിവിടെ. അപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ചുകൊണ്ട് നിൽക്കും. നമുക്ക് വിശക്കത്തില്ലേ അടുക്കള നിൽക്കുമ്പോൾ. ഇങ്ങനെ ഓരോന്നൊക്കെ കിട്ടുമ്പോഴേ നമുക്ക് വയറ് നിറയും. അപ്പോഴും ഉച്ചയ്ക്ക് ഇച്ചിരി താമസിച്ച് ചോറൊക്കെ തിന്നാൽ മതിയായിരുന്നു. അപ്പോഴേ നമ്മളെ ഏത്തക്കയ്ക്ക് അകത്തോട്ട് നമ്മുടെ അരപ്പിട്ട് കൊടുത്തു കേട്ടോ. തക്കാളി കറി വെക്കാന്ന് വിചാരിച്ചു. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്ന് വേവട്ടെ കേട്ടോ. നമ്മുടെ അരപ്പും ഏത്തക്കായും ഒത്തിരി നേരം കൊണ്ട് ആരാണ് ഇനി ഞാൻ ആര് വന്നാലും ഞാൻ പോകത്തില്ല. എനിക്ക് വയ്യ രാവിലെ ഓടി അങ്ങോട്ടൊക്കെ ഒന്ന് വിളിക്കുക, വന്ന് ഫോണടിക്കുക. അമ്മ വരത്തില്ല ഞാൻ ഇത്ര നോക്കില്ല. തക്കാളിക്കറിക്കേ അരയ്ക്കാൻ തേങ്ങ എടുത്തോണ്ട് പറ്റും കേട്ടോ. ഞാനിങ്ങനെ വെറുതെ നിന്ന് ഇങ്ങനെ കുത്തി അങ്ങ് തിന്നു കേട്ടോ. വേവട്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ ചെല്ലുണ്ട് മസിലും പിടിച്ചൊക്കെ അങ്ങ് നിൽക്കും. എത്ര ചെല്ലിയ മസിലും പിടിച്ച് നമ്മൾ നിൽക്കുന്നേലും എല്ലാം വെച്ചിട്ട് അവളോടൊക്കെ ചെന്നിരിക്കുന്നു. കാലിന് ഭയങ്കരമായിട്ടുള്ള വേദന കേട്ടോ. 2-3 ദിവസം കൊണ്ട് പിന്നെ 2-3 ദിവസം കണ്ടത് ഒത്തിരി ദിവസം കൊണ്ട് ഇറങ്ങുന്നില്ലായിരുന്നില്ല. ചേച്ചിയെ കാണാതെ പോയില്ല. കാണാതെ പോയ അന്ന് മുതലേ ഞാൻ ഇറങ്ങുന്നില്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു കേട്ടോ. പിന്നെ പറയണ്ടല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എന്നും പറയുന്നതാണല്ലോ. അതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം പിന്നെ സന്ധിക്കാം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത്. 6-6:30 ആകുമ്പോൾ ഇവിടെ എല്ലാം എല്ലാ വീടുകളിലും കടയിലും ഒക്കെ ആൾക്കാരുണ്ട്. അപ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പം നേരത്തെ ഞാൻ ഇറങ്ങും. പിന്നെ ഒത്തിരി ദിവസം കൊണ്ട് നടക്കാത്തത് കൊണ്ട് കാലിന് ഭയങ്കര വേദന. പിന്നെ ഇന്നലെ ഞാൻ വീണ്ടും ഇറങ്ങി കേട്ടോ. ഈ നടക്കാത്ത ദിവസം ഭയങ്കരമായിട്ട് പിറ്റേന്ന് ഭയങ്കരമായിട്ട് കാലിനങ്ങ് വേദന ഉണ്ടാവും. പക്ഷെ നടക്കുന്നത് തന്നെയാണ് എനിക്ക് നല്ലത്. എനിക്ക് കാലിന് വേദന ആയതുകൊണ്ടാണ്, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. കാലിന് വേദന ആയതുകൊണ്ടാണ് ഞാൻ നടക്കാൻ തുടങ്ങി. ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ നരമ്പിലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. നമ്മൾ ഈ അകത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയും, പെണ്ണുങ്ങളൊക്കെ എപ്പോഴും പറയും നമ്മൾ നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. പക്ഷെ അതൊരു നടപ്പല്ല. നമ്മൾ കാല് പൊക്കിക്കൊണ്ട് വീശ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കുസ്തിയും കളിച്ചുകൊണ്ടല്ല റോഡിൽ നടക്കുന്നത്. ഇനി നാണക്കേട് വല്ലവരും ഒക്കെ എന്തെങ്കിലും വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെയാണ് നടക്കുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ച് വീഡിയോ ഓണല്ലെന്ന് കേട്ടോ. ഞാൻ പതുക്കെയാണ് നടക്കുന്നത്. ചിലർ പറയും കയ്യും വീശി കാലും വീശിയൊക്കെ നടക്കാനോ. എനിക്ക് നാണക്കേട് വരും.
കേട്ടോ. എന്നാലും എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്, നടപ്പിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പം ചോറും അങ്ങനെ കഴിക്കത്തില്ല, രാത്രിയിലൊന്നും അങ്ങനെ ഇപ്പം ചോറും ഒക്കെ കഴിക്കാത്തത് കൊണ്ട് ഒത്തിരി എന്താ വെയിറ്റ് കുറഞ്ഞ് എന്താ മുഖത്തിനൊക്കെ വണ്ണമൊക്കെ കുറഞ്ഞു കേട്ടോ. ഒത്തിരി ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും പെട്ടെന്ന് ഞാൻ വീർക്കുന്നൊരു പച്ചവെള്ളം കുടിച്ചാലും പച്ചവെള്ളം കുടിച്ചാലും ശരി വണ്ണം വയ്ക്കും കേട്ടോ. ഞാനും എൻ്റെ മോളും ഒരേ ടൈപ്പാണ്. അതിന് അവൾ പറയും പാരമ്പര്യമായി കിട്ടിയതാണെന്ന് കേട്ടോ. എന്നാൽ മോന് വണ്ണമില്ല, പപ്പയ്ക്ക് അത്ര വണ്ണമില്ലല്ലോ കേട്ടോ. അപ്പോഴേ നടക്കുന്നത് എത്രയാണെങ്കിലും നല്ലതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ വെന്തായിരുന്നു. കഥയും പറഞ്ഞ് നിന്നത് ഞാൻ പറയാൻ മറന്നുപോയി. തക്കാളിയൊക്കെ വെന്തായിരുന്നു. ദേ അങ്ങോട്ട് കലക്കി ചേർത്ത് ഉപ്പിട്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടോ നോക്കട്ടെ, ഉപ്പ് ഇട്ടേന്ന് തോന്നുന്നു, ഓർമ്മക്കുറവ്. ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ തക്കാളിക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മീനാണെങ്കിലേ പുളിയും മുളകും ആണല്ലോ, അപ്പോഴതുകൊണ്ടാണ് തക്കാളി കറി വെക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ ഈ ചൂടായതുകൊണ്ട് എല്ലാവരും അങ്ങനെ അങ്ങോട്ട് കഴിക്കത്തില്ല കേട്ടോ. ഇനി ഇപ്പം എനിക്ക് പപ്പടം കൂടെ കാച്ചിയാൽ മതി കേട്ടോ. നമ്മുടെ അപ്പൂപ്പൻ്റെ പപ്പടം ഉണ്ടല്ലോ, അതുകൂടെ കാച്ചിയാൽ ഇനി ഇതിന് കടുവും കൂടെ വറുത്താൽ നമ്മുടെ ഊണ് റെഡിയാവും കേട്ടോ. പിയെ അവിടെ നിൽക്കോട്ടെ. എന്നോട് രാവിലെ വന്നപ്പോഴേ പറഞ്ഞു എൻ്റെ ഫോട്ടോ എടുക്കണ്ടായോ. ഞാൻ പറഞ്ഞു എടുക്കാം. ഞാനിന്ന് രാവിലെ എന്തെല്ലാം ജോലികൾ കിടക്കുന്നു, എല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ടേ. എല്ലാം രാവിലെ എല്ലാം ഞാൻ ഒതുക്കിയിട്ടാ. എനിക്ക് എൻ്റെ നൈറ്റി കുറച്ച്, അപ്പോഴും ഞാൻ വിചാരിച്ചു നൈറ്റി എഴുതാമെന്ന് വിചാരിച്ചു. കുളിക്കുന്നതിന് മുമ്പ് എന്നാൽ നൈറ്റി കഴുകിയിട്ടിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് അമ്മയുണ്ടടാ ഒരു ലോഡ് തുണി കൊണ്ട് പോകും. ഞാനിവിടെ വഴക്കം പറഞ്ഞ എന്തോ പറയാനാന്ന് പറയും. ഈ അമ്മ എന്തോ ചുമ്മാ അമ്മയാണെങ്കിൽ കഴുകി വെച്ചതും ഒക്കെ എടുത്തിട്ട് അങ്ങ് കഴുകും. എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് ഈ സരസു കാണിക്കുന്നതെന്ന്. ഈ സരസു എന്താ ഈ കാണിക്കുന്നതെന്ന് എനിക്കറിയും. സരസു അങ്ങ് ഭയങ്കര വൃത്തിക്കാരി കേട്ടോ. സരസു എന്നിട്ട് നമ്മൾ കഴുകിയിട്ട് കൊടുക്കുന്ന പറഞ്ഞ് എല്ലാം കൊണ്ടുപോയി പാത്ത് വയ്ക്കും. ഓ, അത്രയ്ക്കുള്ള ഒരു അമ്മായിയമ്മ. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ കഴുകുമല്ലോ എന്ന് വിചാരിച്ചും പേടിച്ചും ഏതെങ്കിലും അമ്മമാർ അങ്ങനെ ചെയ്യുമോ? ചില അമ്മമാരും അവളെ കഴുകിയിട്ട് എനിക്ക് കഴുകിയിട്ട് തരട്ടെ. ഇതങ്ങനെയല്ല, ഇത് നമ്മൾ കഴുകിയിടുമെന്നും വിചാരിച്ച് പാത്ത് കൊണ്ടുപോയിക്കും. ഒത്തിരി അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ പ്രദേശത്തെങ്കിലും തുണി കാണത്തില്ല. എന്നുവെച്ചാൽ അമ്മയ്ക്ക് ഒന്നും പറഞ്ഞ് കേട്ടണം കേട്ടോ. ആ കല്ലടിച്ച് പൊട്ടിക്കണം കേട്ടോ. അതിനായിട്ട് എനിക്ക് ഇവിടെ എന്തെല്ലാം നടക്കുന്നേന്നറിയാം. കയ്യും പൊള്ളി സരസുവിൻ്റെ കാര്യം പറഞ്ഞ് കടുവൊന്ന് വറുത്തേ പപ്പടം ഒന്ന് കാച്ചും. എന്നിട്ട് നമുക്ക് പിയെ ചെയ്തതൊക്കെ പോയി കാണാം അവിടെ കേട്ടോ. അയ്യത്ത് കിടക്കുന്നു കേട്ടോ. പിന്നെ നമുക്ക് കാണാം. പിന്നെ ചോറിനൊന്നൊക്കെ എന്തോ കാണാൻ കുറച്ച് പാത്രം കൊണ്ട് കഴുകാൻ ഇവിടെ നിന്ന് വൃത്തിയാക്കാൻ ഇതൊക്കെ ഉള്ളൂ ഇനിയത്തെ എൻ്റെ പരിപാടി. അപ്പോഴും കടുക് വറക്കട്ടെ. കടുകും വറുത്ത് പപ്പടവും കാച്ചണമല്ലോ കേട്ടോ. സുജാത ചേച്ചിയുടെ കൊച്ചുമുളകൊന്നും കഴിയില്ല, പാത്രം കഴുകി വെച്ച് കേട്ടോ. ഇത് അടപ്പേ വെക്കുന്ന സമയം കൊണ്ട് ഇരിക്കുന്ന സമയം കൊണ്ട് അപ്പോഴപ്പോഴൊന്ന് കഴുകി വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. പപ്പടം ഒന്ന് കാച്ചി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. അടുക്കളയിലെ പരിപാടികൾ കഴിഞ്ഞ് എന്തോ ചൂടാവും ഒരു സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര ചൂട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചിട്ടങ്ങ് ഒന്ന് കെട്ടി വെച്ചിട്ടല്ലേ നമ്മൾ അടുക്കളയിലോട്ട് കയറുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് കാർക്കൊണ്ട് കേട്ടോ. നമ്മുടെ ജയചേച്ചിക്ക് നന്നായിട്ട് മുടിയൊക്കെ കിളിച്ച് കേട്ടോ. നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണുന്നുണ്ടല്ലോ, ആദ്യം മുതലേ നമ്മൾ വീഡിയോ കാണുന്നതായതുകൊണ്ട് ഇപ്പം ചേച്ചിക്ക് നന്നായിട്ട് മുടിയൊക്കെ കിളിച്ച്. നമ്മുടെ കലച്ചേച്ചി പോയി, ശാസ്താംകോട്ടക്കാരി നമ്മുടെ കലച്ചേച്ചി പോയി. എന്തായി അവിടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയി. അപ്പോൾ കലച്ചേച്ചി പറഞ്ഞു തന്ന മരുന്നുകളൊക്കെ ചെയ്യുന്നുണ്ടോ, ഒരു ദിവസം എത്ര എണ്ണം വീതം തേക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മൾ തമ്മിൽ ഒന്ന് കണ്ടിട്ട് വേണം മുടി കിളിച്ചെങ്കിൽ എനിക്കും ആ മരുന്നൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാവം എൻ്റെ അണ്ണനെ ഞാൻ വഞ്ചിച്ചതാണ്. ഞാൻ മുടിയുള്ള പെണ്ണാണെന്നും പറഞ്ഞ് വഞ്ചിച്ചതാണ് കേട്ടോ. ഇത്രയും നമുക്ക് ഇത്രയും കുന്തലേ ഉള്ളൂ കേട്ടോ. ഇത് മൊത്തം ഇപ്പോൾ അങ്ങ് അങ്ങ് നരച്ച് ഉച്ച മൊത്തം നരച്ച്. പേനൊന്നുമല്ല നിങ്ങൾ ഈ കടിക്കുന്നത്, പേനല്ല കേട്ടോ. ഈ നരയാകുമ്പോൾ ഇതിനെ കടിച്ച് പറിക്കുമ്പോൾ എനിക്ക് പേനായിരിക്കുന്നത്. എൻ്റെ തലയിലെത്തി ഒരു പേനയെ കാണാനില്ല കേട്ടോ. അപ്പോൾ എന്താണ് എൻ്റെ ഈ പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. പൈസ ഉള്ളവരുടെ തലയിലാണ് ഇഷ്ടം പോലെ പേനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും പേനയൊക്കെ പറക്കിയിടാൻ നോക്കുന്നുണ്ട്. ഇവിടെ ഈ നാട്ടുകാർക്ക് തലയിൽ പെണ്ണുങ്ങളുടെ മുടിയിലൊന്നും പേനില്ലെന്ന് തോന്നുന്നു കേട്ടോ. പേനുണ്ടെങ്കിൽ ഇഷ്ടം മാതിരി പിന്നെ പൈസ ഉണ്ടാവുമെന്നാ. അങ്ങനെ ഞങ്ങൾ പാവത്തുങ്ങളായിരിക്കും ഈ നാട്ടുകാരല്ലേ അല്ലേ.
അപ്പോഴും ഫുള്ള് നരച്ച്. ഞാൻ അന്നേരം വിചാരിച്ചു നമ്മുടെ ആദ്യത ചേച്ചി ചെയ്തേട്ടോ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്തുവാ ഹെന്ന എന്ന് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഉച്ചി മൊത്തം നരച്ചിട്ടേ ഫ്രണ്ട് മൊത്തം നരയ്ക്കാൻ തുടങ്ങി. പ്രായം കേട്ടോ ഒന്നും ആയതും ഇല്ല. എന്താണോ എന്തോ എനിക്കറിയത്തില്ല. ടെൻഷൻ കാരണമായിരിക്കും അല്ലേ. ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നരയ്ക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടാ കേട്ടോ. അപ്പോൾ കലച്ചേച്ചി മുടിയൊക്കെ വളർത്താം. കലച്ചേച്ചി കമൻറ്റിനകത്തൊക്കെ അറിയിക്കണം കലച്ചേച്ചിയുടെ മുടിക്ക് വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് അതുപോലൊക്കെ ചെയ്യാനായിട്ടോ. പാവം ഞാൻ എനിക്ക് മുടി വളർത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നമ്മുടെ പാവമാണ് എന്തേ വരുന്നു. പാവത്തിൻ്റെ കാര്യം പറയുമ്പോഴേ ഓടി വരുന്നുണ്ട് കേട്ടോ. ആരാ ഇന്നലെ ആരോ ജനലേഖനം നമ്മുടെ അങ്ങനെ കണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയപ്പം കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല. ജനലേഖനം ഇങ്ങനെ കാണാമല്ലോ നേരിലല്ലേ. എനിക്ക് ഓറഞ്ചുമായിട്ട് വന്നത് അമ്പൊക്കെ. അപ്പോൾ ഓറഞ്ചുമായിട്ട് വന്നു കേട്ടോ. അറിയാം ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഭയങ്കര ക്ഷീണമൊക്കെയാണെന്ന്. ഓറഞ്ചൊക്കെ കഴിക്കാൻ ഓറഞ്ചുമായിട്ട് വന്നു. സത്യം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കാൻ ഒക്കത്തില്ല കേട്ടോ. ചൂട് കാരണം അടുക്കളയ്ക്കകത്തും നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് ചൂടാട്ടോ. മുഖം ഫേഷ്യലൊക്കെ ചെയ്യാൻ നമുക്ക് ഓറഞ്ച് നല്ലതാണ്, ദാഹത്തിന് നല്ലതാണ് കേട്ടോ. എന്തായാലും ഞാനൊരു എനിക്ക് പേടി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്നും അങ്ങനെ കഴിക്കത്തില്ല. ഇപ്പം പേടിച്ച് ഷുഗർ ഉണ്ടെന്ന് പേടിച്ച് ഞാൻ അങ്ങനെയൊന്നും കഴിക്കത്തില്ല കേട്ടോ. എനിക്ക് പേടി ഉണ്ട് ചെറുതായിട്ടൊക്കെ കേട്ടോ. അതൊന്നും പേടിയാണ്. ഞാൻ അങ്ങനെ കഴിക്കാതെ അല്ലേ. എല്ലാം അത്യാവശ്യം കഴിക്കണം. നമ്മൾ പേടിച്ചാൽ എന്തോ. മുടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും നമ്മുടെ അണ്ണം വന്നത്. പാവത്തിൽ ഞാൻ വഞ്ചിച്ച് കേട്ടോ. മുടി ഉണ്ടെന്നും പറഞ്ഞ് കല്യാണമൊക്കെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിച്ചേട്ടോ. ആള് മുടിയുള്ള പെണ്ണിനെ അന്വേഷിച്ച് നടന്ന് മുടിയിലൊക്കെ പെണ്ണിനെ കിട്ടിയതേട്ടോ. അടുത്ത ജന്മത്തിലെങ്കിലും എൻ്റെ അങ്ങനെ മുടിയുള്ള ഒരു പെണ്ണിനെ കിട്ടാനും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പെങ്ങന്മാർക്ക് ഇഷ്ടം പോലെ മുടി ഉണ്ടായിരുന്നു. പിന്നെ ആങ്ങളമാർക്ക് ഒരാഗ്രഹമൊക്കെ കാണത്തില്ല. ഞാനും കല്യാണം കഴിക്കുന്ന പെണ്ണിന് നല്ല മുടി വേണമെന്ന് ഏത് ചെറുക്കന്മാരാഗ്രഹിക്കാത്തത്? നിങ്ങൾ പറ, ഏത് ചെറുക്കന്മാരാഗ്രഹിക്കാത്തത്? എൻ്റെ അണ്ണൻ്റെ ഒരു കുഞ്ഞൊരാഗ്രഹമല്ലായിരുന്നു. പറഞ്ഞു കല്യാണത്തിൻ്റെ ഒന്നും എനിക്കിഷ്ടം പോലെ മുടി ഉണ്ടായിരുന്നല്ലോ, എനിക്കിഷ്ടം മാതിരി മുടി ഉണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ നൈസ് അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുമല്ലോ. അതിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? അത്ര ഇല്ലായൊന്നുമില്ല കേട്ടോ. ഉണ്ട്. എനിക്ക് ആ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് മുടിയൊക്കെ നന്നായിട്ട് കിളിച്ച് വന്നതാണ്. പിന്നെ അങ്ങ് പൊഴിഞ്ഞു പോയി. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഈ ക്ലിപ്പിടത്തില്ലേ, നമ്മളിതുമാതിരിയുള്ള ക്ലിപ്പിടത്തില്ലേ, ആ ക്ലിപ്പിനകത്ത് ഈ ഉച്ചിയിലെ മുടിയെല്ലാം കുരുങ്ങും. ഈ താണ്ടയുന്ന ഉണ്ട്, അതിനെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് തണുത്തത്. ഇതിനകത്ത് ഈ സംഭവത്തിനകത്തങ്ങ് നിങ്ങൾക്കൊക്കെ അങ്ങനെ പ്രശ്നമുണ്ടോ? ഇതിനകത്തങ്ങ് കുരുങ്ങി ഈ ഉച്ചിയിലെ മുടി മൊത്തത്തിൽ പൊട്ടിപ്പോവും. അങ്ങനെ എനിക്ക് ആ ഉച്ചിയിലെ മുടിക്ക് നീളക്കുറവുണ്ട്, അത് താഴത്തെ മുടിക്ക് നീളമുണ്ട്. പിന്നെ അങ്ങ് കാപ്പിരി പോലെ അങ്ങ് കയറിപ്പോവും ചില സമയത്ത് കേട്ടോ. എന്നാൽ ഈ നനയുമ്പോൾ നീളവും വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും മുടിയൊക്കെ കിളിപ്പിക്കുക. ചേച്ചി ഡിസംബർ വരെ എല്ലാവർക്കും സമയം തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന അല്ലാതുള്ളവർക്ക് അറിയത്തില്ല ഞാനീ പറയുന്നത് കേട്ടോ. വീഡിയോ ഒക്കെ കാണാൻ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അറിയാം. ചേച്ചിയെ കമൻറ്റൊക്കെ എഴുതുമ്പോൾ അറിയാം കേട്ടോ. ചേച്ചിക്ക് നന്നായിട്ട് മുടി കിളിച്ചു കേട്ടോ. ചേച്ചി ഇതൊക്കെ തന്നെ അങ്ങ് മുൻപോട്ട് പൊയ്ക്കോളൂ. ഈ മരുന്നും കൊണ്ടൊക്കെ അങ്ങ് മുൻപോട്ട് പൊയ്ക്കോളൂ കേട്ടോ. മുടി നന്നായിട്ട് വളരട്ടെ. പിന്നെ മുടി വളർന്നാലും താഴെ വരെ കിടന്ന് എഴുഞ്ഞാലും പിന്നെ പാട്. ഏതെന്ന് കെട്ടിവെക്കാൻ പാട്. പിന്നെ കുളിച്ച് കഴിയുമ്പം കെട്ടിവെക്കാൻ പാട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഓർക്ക്. അക്കണക്കിന് എനിക്കൊക്കെ അങ്ങോട്ട് കുളിച്ച് വന്ന ഉടനെ നമ്മുടെ ഇറങ്ങൊക്കെ അണിഞ്ഞാൽ മുടിയൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്. ഫാനിൻ്റെ കിടത്തും ഇരിക്കേണ്ട, എങ്ങും ഇരിക്കേണ്ട കേട്ടോ. പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കിട്ട് ഞാൻ പാടുപെടും. ഞാൻ കാണുന്നതല്ലേ, മോക്ക് മുടിയുണ്ട് കേട്ടോ. അവൾക്ക് ഒരുപാട് മുടിയുണ്ടായിരുന്നു. അവൾ ഈ മുടി ഉണക്കാനും ഒക്കെ പാടുപെടുന്ന ഞാൻ കാണത്തില്ല. എൻ്റെ കുഞ്ഞിൻ്റെ മുടിയെല്ലാം പോയിപ്പം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് മുടി. ഇപ്പം മുടിയൊക്കെ ഒത്തിരി അങ്ങ് പോയി. എന്നാലും ഉണ്ട് കേട്ടോ. അതിനെക്കാട്ടിലും നല്ല മുടിയുണ്ട്. നമ്മുടെ മുടിയുടെ കഥയൊക്കെ കേട്ടോ. ഇങ്ങനെ വന്നിരുന്നപ്പോഴല്ലേ നമ്മൾ ഈ മുടിയുടെ കാര്യമൊക്കെ പറയണമല്ലോ. ഇങ്ങനെ ചേച്ചിമാർക്ക് രണ്ടുപേർക്കും മുടിയുണ്ടല്ലോ. ആദ്യത്തെ ചേച്ചിക്കും നമ്മുടെ ചേച്ചിക്കും ചേച്ചി എന്താ നോക്കുന്നത്? താക്കോലോ ആവിയോണ്ട് ഇരിക്കാൻ വയ്യ. ചോറൊന്നും ഉണ്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഫോൺ ചെയ്തു.
അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. എൻ്റെ പി എ സ്ഥലം വിട്ടു കേട്ടോ. ഞാനങ്ങ് മറന്നുപോയി എൻ്റെ പി എയുടെ ഫോട്ടോ എടുക്കാൻ. പിന്നെ എനിക്കങ്ങ് കാല് വേദന. ഞാനിവിടെ ഉന്തിക്കോ എന്നും പറഞ്ഞ് നടക്കുമായിരുന്നു. കാലിൽ നിന്നങ്ങ് ഭയങ്കര വേദന. അപ്പോഴും നടക്കാനൊന്നും ഇറങ്ങിയില്ല. നടക്കാനൊക്കെ ഇറങ്ങണം. ആളങ്ങ് പോയി കേട്ടോ. അപ്പോഴും വൈകിട്ടൊക്കെ ആയി, വിളക്കൊക്കെ കത്തിച്ചു. അപ്പോഴും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ ലൈറ്റ് കണ്ടോ മിന്നി ഇരിക്കുന്നു കണ്ടോ. അപ്പോഴിങ്ങനെ മിന്നിക്കൊണ്ടേ ഇരിക്കുവാണ്. ഓ, നമ്മുടെ ചിന്നുവാണെന്ന് തോന്നുന്നു ഇവിടെ അങ്ങോട്ട് വന്നത്. അതെ ഉണ്ട്. അപ്പോഴും നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ വരാം.